വാളയാർ ആൾക്കൂട്ടക്കൊല മൃതശരീരം ഏറ്റെടുത്ത് കുടുംബം. ഛത്തീസ്ഗഡ് സ്വദേശിയുടെ മൃതശരീരം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകും. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. റവന്യൂ മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുടുംബം വഴങ്ങിയത്. വളരെ മലയാളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാംനാരായണന്റെ മരണം അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും ഇന്നലത്തോടു കൂടി പൂർണ്ണമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്കത്തിന്റെയോ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെയോ വിഷയമേ ഇല്ല. കാരണം ഇക്കാര്യത്തിലുണ്ടായ നടപടി ദൗർഭാഗ്യകരം തന്നെ എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെയും ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ അഭിപ്രായം ഏതാണ്ട് ഒരുപോലെ തുല്യമായ വിധത്തിലാണ്. എന്നാൽ ആ കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആളുകളും ഒക്കെയായി ഒന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽ പൂനെവാല കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഗൈഡ്ലൈനിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകം 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ വംശീയ വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണത്. ബംഗ്ലാദേശി എന്ന പേരുൾപ്പെടെ വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട അറിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ബന്ധപ്പെട്ട SITയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ചെയ്യേണ്ടത്. SIT വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം നടത്തുക. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല. പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്നോട്ടുപോക്കുമില്ല. നേരത്തെ നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതശരീരം ഏറ്റുവാങ്ങില്ലെന്ന് കുടുംബം പറഞ്ഞിരുന്നു. അതേസമയം കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ആക്രമണം നടത്തിയതെന്നാണ് കേസിലെ FIRൽ പറയുന്നത്. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രാജേഷും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.